उसने मेरे को मरने से कुछ दिन ഈ ഒരു ന്യൂസ് കാണാതായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൂടുതൽ ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി പറയാനില്ല, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെടാൻ ചാൻസ് ഉള്ള ഗേൾസിനോട് എനിക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറയാൻ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദ ഗേൾസ് അല്ലെങ്കിൽ ഗേൾ പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ ആരൊക്കെ നിങ്ങളുടെ കൂടെ എംപത്തൈസ് ചെയ്താൽ കൂടി ഈ അബ്യൂസീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോകണം, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് റിയലി തിങ്ക് വെദർ ഈ ഒരു സിറ്റുവേഷൻ ഇസ് വർത്ത് ആരെങ്കിലും തല്ലുന്നതോ ഇടിക്കുന്നതോ അല്ലെങ്കിൽ മെന്റലി നിങ്ങളെ ഹരാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. സെക്കൻഡ് തിങ്, ഇനി ഇത് എനിക്ക് പറ്റില്ല എന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വിട്ട് പോകാനായിട്ടൊരു എൻവയൺമെന്റ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇല്ലെങ്കിലും ഐ വുഡ് സേ, ബട്ട് ഇൻ കേസ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിയർ പാരന്റ്സ്, ഇഫ് യു ഹാവ് എ ഗേൾ ചൈൽഡ്, നിങ്ങൾ ജ്യോതിഷം പറയുന്ന കേട്ടും നാട്ടുകാരുടെ പ്രഷർ കൊണ്ടും നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വയ്ക്കുക എന്നുള്ള കഴിഞ്ഞു ആ ഭാരം എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യാതെ പ്ലീസ് എൻഷുർ ദാറ്റ് ദേ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യാനും എവിടെയും പേടിയില്ലാതെ ട്രാവൽ ചെയ്യാനും എന്തെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വിത്തൗട്ട് യു എന്നെ വീട്ടിൽ ചീത്ത പറയോ എന്നുള്ള സിറ്റുവേഷൻ നോക്കാൻ അങ്ങനെ നോക്കി പേടിച്ച് ഒരു 10,000 വട്ടം ഈവൻ വെൻ യു നോ ഇറ്റ് ഇസ് റൈറ്റ് എന്നാൽ കൂടി അവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അവരുടെ അടുത്ത് കളയാതിരിക്കാം. ഗിവ് ദം ദറ്റ് എൻവയൺമെന്റ് വെർ ദേ കൻ ഗ്രോ റൈറ്റ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. അങ്ങനെയുള്ള ഒരു പാത്തിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ ഗൈഡൻസ് ആസ് എ പാരന്റ്സ്. ഐ റിയലി വാണ്ട് ടു ടെൽ ദിസ് ടു യു. ആൻഡ് ടു ദ വുമൻ who is watching this, let me clearly tell you, abuse ലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിങ്ങൾക്ക് ഒരു ലൈഫ് വേണോ എന്നുള്ള ചോദ്യം ക്ലിയർലി ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിലായിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നിങ്ങൾ കല്യാണം കഴിച്ചില്ല ഇനിയിപ്പോൾ ആ റിലേഷൻഷിപ്പ് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്ന ആൾക്കാർ ഈസ് നോട്ട് ഗോയിങ് ടു സഫർ. നിങ്ങൾ മാത്രമായിരിക്കും സഫർ ചെയ്യാൻ പോകുന്നത്. സോ മേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അല്ലാതെ ബാക്കി ആൾക്കാർ പറയുന്നത് കേട്ട് ഡോണ്ട് just weigh away all your decisions. Ensure that you are safe, you are sound, you're mentally happy, emotionally you are in a stable relationship. അല്ലെങ്കിൽ it is not worth the suffering that you're going through. I really hope none of you are in that situation, but if you are, please think through about it. Please think about it.